വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 14th സെപ്റ്റംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 16th സെപ്റ്റംബർ മുതൽ 20th സെപ്റ്റംബർ വരെയുള്ള വീക്കാണ്. എല്ലാ മലയാളികൾക്കും ഐശ്വര്യപൂർവ്വമായിട്ടുള്ള ഒരു ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി വലിയൊരു റാലി നടത്തി. തേഴ്സ്ഡേയിൽ 470 പോയിൻറ്റ്സോളം ഉള്ള ഒരു വെരി ഹ്യൂജ് റാലി നടത്തിയതിന് ശേഷം തേഴ്സ്ഡേയിൽ ഒരു പുതിയ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 25,433 സെറ്റ് ചെയ്യുകയുണ്ടായി. നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ വീക്കിലി ചാർട്ടിൽ കാണാൻ സാധിക്കും. വീണ്ടും നിഫ്റ്റി ആ ഒരു കൺസോളിഡേഷൻ്റെ ബേസിൽ നിന്നും വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ വീക്കിൽ 504 പോയിൻറ്റ്സ് ആണ് ആഡ് ചെയ്തത്. അതിൽ 470 പോയിൻറ്റ്സും ആഡ് ചെയ്തത് തേഴ്സ്ഡേയിൽ തന്നെയാണ്. അതിനുശേഷം 25,356 ലൈഫ് ടൈം ഹൈക്ക് വളരെ അടുത്ത് തന്നെയാണ് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റിയുടെ ഒരു അപ് ട്രെൻഡ് നമുക്കിപ്പോൾ ഈ ലെവലിൽ നിന്നും ഇനി കണ്ടിന്യൂ ചെയ്ത് ഒരു 26,177 ലെവലിലേക്കൊക്കെ ഉള്ള ഒരു മൂവ്മെൻറ്റാണ് നമുക്കിനി പ്രതീക്ഷിക്കാവുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും പുതിയൊരു ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 60,189 എന്നുള്ള ആ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 60,034 ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും ആദ്യമായിട്ടാണ് 60,000 എന്നുള്ള ലെവൽ ക്ലോസ് ചെയ്യുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 19,505 എന്നുള്ള ലെവലിൽ വന്നതിന് ശേഷമാണ്. നമുക്ക് കഴിഞ്ഞ വീക്കിൽ തേഴ്സ്ഡേയിൽ നമ്മൾ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 1.5% വലിയൊരു റാലി നടത്തുകയുണ്ടായി. നമ്മുടെ US ഫെഡറൽ റിസർവ് അടുത്ത 18th നടക്കുന്ന സെപ്റ്റംബർ 18th നടക്കുന്ന US ഫെഡറൽ റിസർവിൻ്റെ മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് അന്ന് മാർക്കറ്റ് റാലി നടത്തിയത്. കഴിഞ്ഞ ദിവസം വന്ന യുഎസിലെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ ബേസ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒരു പ്രോബബിലിറ്റി ഒരു 85% വന്നിട്ടുണ്ട്. 66% ആയിരുന്ന എക്സ്പെക്റ്റേഷൻ 85% വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ നമുക്കൊരു US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 25 ബേസിസ് പോയിൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ മറ്റൊരു കാര്യം കൂടെ നടന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും. ചൈനയിൽ 5 ട്രില്യൺ എമൗണ്ടിൽ വരുന്ന മോർട്ടഗേജ് ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചൈന ഗവൺമെൻറ് കട്ട് ചെയ്യുകയുണ്ടായാൽ അതിനെ തുടർന്നാണ് ഇന്ത്യൻ മാർക്കറ്റിലെല്ലാം ഇതുപോലെയുള്ള വലിയൊരു ഹ്യൂജ് റാലി ഉണ്ടായത്. എന്തായാലും നമുക്ക് ഈ US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൂടെ അടുത്ത ആഴ്ചയിൽ വരുന്നതോടുകൂടി ഈ മാർക്കറ്റ് വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക് മൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലെല്ലാം കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ മാർക്കറ്റിന് വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ നടക്കുന്നത്, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $72 താഴേലേക്ക് വന്നിട്ടുണ്ട്. ബാരലിൻ്റെ പ്രൈസ് 72,000 താഴെ വന്നിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഇലക്ഷൻസിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഇവിടെയും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസിലൊരു കട്ട് കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ ഇന്ത്യയിലും നമുക്ക് വരും ദിവസങ്ങളിലൊരു ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇന്ത്യയിലും ഒരു റീപ്പോ റേറ്റിലൊരു കട്ട് വരും ദിവസങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഡിക്ലെയർ ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ വീണ്ടും നമുക്ക് ഒരു കാര്യം വീണ്ടും മെൻഷൻ ചെയ്യാനുള്ളത്, നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് വളരെ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുമ്പോൾ വീണ്ടും കൂടുതൽ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കാതിരിക്കുക. അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുകൂടെ ചെയ്യാനായിട്ട് മടിക്കാതെ നിൽക്കുക എന്നുള്ളതും മടിക്കാതെ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ച PNB ഹൗസിംഗ് ഫിനാൻസ് 1023 നിന്നും ഒരു 1145 വരെയുള്ള ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ഒരു 1172 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ ആ സ്റ്റോക്ക് നമ്മുടെ ആ റെസിസ്റ്റൻസിന് മുകളിലേക്ക് മൂവ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസസ്
പുതിയൊരു ഉയരം കുറിച്ച് $2,570 മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായില്ലേ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളുടെ ഗോൾഡിൻ്റെ ഈ റാലി 2570 കടന്ന് അടുത്ത വർഷത്തോടുകൂടി $3,000 ഗോൾഡിൻ്റെ പ്രൈസ് മൂവ് ചെയ്യും എന്നൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ. ഈ മൂവ്മെൻറ്റിനെ തുടങ്ങുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ജ്വല്ലറി സ്റ്റോക്കുകളിലും കുറേയധികം മൂവ്മെൻറ്റ്സ് ഉണ്ടായി. നമുക്ക് വരും ദിവസങ്ങളിൽ ഗോൾഡിൻ്റെ പ്രൈസിനോടനുബന്ധിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാവുന്ന ഒരു 3 ജ്വല്ലറി സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ സ്റ്റോക്കുകളിൽ നമുക്കറിയാം കേരള ബേസ്ഡ് ആയിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സ്, നമ്മൾ ജ്വല്ലറിയുടെ IPO 2021 നടക്കുമ്പോൾ മുതൽ 87 ലെവലിൽ മുതൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മുതൽ നമ്മുടെ യൂട്യൂബിലെ വീഡിയോയിലൂടെ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. അതിനുശേഷം പല പ്രാവശ്യം നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ടും നമ്മൾ ടെക്നിക്കൽ വീക്കായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാൺ ജ്വല്ലേഴ്സ് കഴിഞ്ഞ വീക്കിലും വലിയൊരു റാലിയോടുകൂടി 749 ഉള്ള ഒരു പുതിയ ഉയരം കുറിക്കുകയുണ്ടായി. കല്യാൺ ജ്വല്ലേഴ്സ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും പുതിയ ഉയരങ്ങൾ കുറിക്കുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ TBZ എന്നുള്ള സ്റ്റോക്ക് ഈ ഗോൾഡിൻ്റെ പ്രൈസ് റാലി നടന്നപ്പോൾ TBZും ഒരു 20% ഉയർന്നാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരുന്നത്. TBZ 327 എന്നുള്ള ലെവലിലാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് സെൻഗോ ഗോൾഡ് എന്നുള്ള സ്റ്റോക്കും 1329 എന്നുള്ളൊരു പുതിയ ഉയരം കുറിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ കാണുകയുണ്ടായി. ഈ TBZും സെൻഗോ ഗോൾഡും വരും ദിവസങ്ങളിൽ കുറേ കൂടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. ഞങ്ങളുടെ ഡയമണ്ട് പിക് സീരീസ് എന്നുള്ള സ്റ്റോക്കിൽ ആണ് ഏറ്റവും കൂടുതൽ ഹ്യൂജ് വെൽത്ത് നമ്മുടെ ക്ലയൻറ്റ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് എങ്ങനെയാണത് ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞങ്ങൾ ഡയമണ്ട് പിക് 2 ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ദാവാത്ത് എന്നുള്ള അല്ലെങ്കിൽ LT ഫുഡ്സ് എന്നുള്ള കമ്പനി ഞങ്ങൾ ഒരു 770 റേഞ്ചിലാണ് ഞങ്ങൾ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് നമുക്ക് കാണാം 416 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 500% പ്രോഫിറ്റാണ് നമുക്ക് ദാവാത്ത് എന്നുള്ള സ്റ്റോക്കിൽ നമുക്ക് നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ ഡയമണ്ട് പിക്ക് 12 സെൻടെക് ഞങ്ങൾ 185 ലെവലിലാണ് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഹ്യൂജ് റാലി നടത്തി 1673 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 800% പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സെൻടെക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക്ക് 12A മോസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 65 ലെവലിലാണ്. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു 320 ലെവലിലേക്ക് ഹ്യൂജ് മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റ് നേടാനായിട്ട് ഞങ്ങൾക്ക് മോസ്റ്റ് ചിപ്പിലും സാധിക്കുകയുണ്ടായി. അതുപോലെ ഡയമണ്ട് പിക് 16 ആയിരുന്ന ടൈം ടെക്നോപ്ലാസ്റ്റ് ഞങ്ങളൊരു 80 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 385 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 381% പ്രോഫിറ്റ് നേടാനായിട്ട് നമുക്ക് ടൈം ടെക്നോപ്ലാസ്റ്റിലും സാധിക്കുകയുണ്ടായി. അതുപോലെ ഗബ്രിയൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ വളരെ റീസെൻ്റായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. ഈ സ്റ്റോക്ക് ഒരു 275 എൻ്റർ ചെയ്തതിന് ശേഷം 550 എന്ന ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ 100% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് അതിലും സാധിക്കുകയുണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ ഒരു മാർസാൻസ് ഫാർമ എന്നുള്ള ഗോൾഡൻ പിക് 4 ആ സ്റ്റോക്ക് 160 ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 140 കടന്ന് ഇപ്പോൾ ഒരു 276 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഇപ്പോൾ ആ സ്റ്റോക്ക് ഒരു 73% പ്രോഫിറ്റിലാണ് മാർസാൻസ് ഫാർമ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡയമണ്ട് പീക്ക് സീരീസും ഞങ്ങൾ ഗോൾഡൻ പീക്ക് സീരീസും ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്സിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടോടുകൂടി ഞങ്ങൾ റിലീസ് ചെയ്യുന്ന റെക്കമെൻഡേഷനാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ ഞങ്ങളുടെ ഡയമണ്ട് പിക് 24 ഞങ്ങൾ റിലീസ് ചെയ്തിരുന്നു. ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ബൈ റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സെപ്റ്റംബർ മന്തിൽ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ പിക് 8 ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാവുന്നതാണ്. ഗോൾഡൻ പിക് 8ഉം വളരെ നല്ലൊരു സ്റ്റോക്ക് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടോടുകൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്വിംഗ് ഡെലിവറിയും അതുപോലെ തന്നെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കിലെയും റെക്കമെൻഡേഷൻസ് നോക്കാം. ഞങ്ങൾ
അഡ്വാൻസ് എൻസൈം എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ ട്രിപ്ലസിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ഞങ്ങളൊരു ആവറേജ് ബൈ റേറ്റ് 450 ആയിരുന്നു. ആ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 540 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 20% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ഹിക്കാൽ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 300-ലാണ് എൻ്റർ ചെയ്തിരുന്നത്. ആ സ്റ്റോക്ക് ഒരു 390-ലേക്ക് മൂവ് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഹിക്കാലിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ പ്രിസം ജോൺസൺ എന്നുള്ള ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്ക് ഞങ്ങൾ 140-ലായിരുന്നു എൻ്റർ ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് ഒരു 230 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു 64% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പ്രിസം ജോൺസണിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ സ്റ്റോക്കായിരുന്ന പ്ലാസ്റ്റിക് ബ്ലെൻഡ്സിൽ ഞങ്ങൾ 280 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു 390-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ പാക്കിൽ ഉണ്ടായിരുന്ന ഡീപ്പ് ഇൻഡസ്ട്രീസ് ഞങ്ങൾ 288-ൽ എൻ്റർ ചെയ്തതിന് ശേഷം 405-ൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 40% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ മോർപ്പൻ ലാബ് എന്നുള്ള സ്റ്റോക്കിൽ ഞങ്ങൾ 63-ൽ എൻ്റർ ചെയ്തതിന് ശേഷം 95-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 50% പ്രോഫിറ്റാണ് മോർപ്പൻ ലാബിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ ജിൻഡാൽ സോ ഞങ്ങൾ 430-ൽ എൻ്റർ ചെയ്ത് 690-ൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 60% പ്രോഫിറ്റാണ് ഞങ്ങൾ ജിൻഡാൽ സോയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ഈ സ്റ്റോക്കുകൾ ജൂബിലൻറ്റ് ഫാർമോവ 27% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് 24% ഉയർന്നും, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് 22% ഉയർന്നും, പ്രിസം ജോൺസൺ 18% ഉയർന്നും, ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് 18% ഉയർന്നും, അപ്പാർ ഇൻഡസ്ട്രീസ് 15% ഉയർന്നും, സുമിറ്റോമോ കെമിക്കൽസ് 14% ഉയർന്നും, ഗോഡ്ഫ്രി ഫിലിപ്സ് 14% ഉയർന്നും, ക്യാമ്പസ് ആക്റ്റീവ് 13% ഉയർന്നും, ഇനോക്സ് വിൻഡ് 12% ഉയർന്നും, കോൺകോഡ് ബയോടെക് 12% ഉയർന്നും, കെയ്ൻസ് ടെക്നോളജി 11% ഉയർന്നും, ബ്ലൂ സ്റ്റാർ 11% ഉയർന്നും, IIFL ഫിനാൻസ് 11% ഉയർന്നും, ലിൻഡെ ഇന്ത്യ 10% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെല്ലാം കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിലെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,199.6 ക്രോർസിൻ്റെ ഹെവി ആയിട്ടുള്ള ബയേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,444.2 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നിഫ്റ്റി 6 സെപ്റ്റംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 24,852-നാണ്. 9th സെപ്റ്റംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 84 പോയിൻറ്റ്സ് ഉയർന്നും, 10th സെപ്റ്റംബറിന് ഉയർന്ന് 104 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 11th സെപ്റ്റംബറിന് 122 പോയിൻറ്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി 12th സെപ്റ്റംബറിന് 470 പോയിൻറ്റ്സിൻ്റെ ഹ്യൂജ് റാലിയോടുകൂടിയാണ് ഒരു ക്ലോസിംഗ് നടത്തിയത്. അതിന് ഒരു പുതിയ ലൈഫ് ടൈം ഹൈ ആണെന്ന് സെറ്റ് ചെയ്തത്. അതിനുശേഷം 13th സെപ്റ്റംബറിന് 32 പോയിൻറ്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി എന്തായാലും കഴിഞ്ഞ വീക്കിൽ 504 പോയിൻറ്റ്സ് ആഡ് ചെയ്താണ് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. നമുക്കിപ്പോൾ കാണാൻ നിഫ്റ്റി സെപ്റ്റംബർ മന്തിൽ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്ന് 120 പോയിൻറ്റ്സ് ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുമ്പോൾ നോക്കുമ്പോൾ 200 DMA വരുന്നത് 22,781-ലും, 100 DMA വരുന്നത് 23,807-ലും, 50 DMA വരുന്നത് 24,692-ലും, 20 DMA വരുന്നത് 25,027-ലുമാണ്. അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ പ്യൂവറ്റ് പോയിന്റ് വരുന്നത് 25,181-ലാണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകളായിരിക്കുക 25,608, 25,711, 26,177, 26,289, 27,085 എന്നീ ലെവൽസാണ്. അതേസമയം 25,181 താഴെ സപ്പോർട്ട് ലെവൽസ് ആയിരിക്കുക 24,928, 24,802, 24,500, 24,336, 23,427, 22,961 എന്നീ ലെവൽസിലായിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് നമുക്കൊരു 26,177 എന്നുള്ളൊരു വൈഡ് റേഞ്ച് ഫിക്സ് ചെയ്യേണ്ടി വരും. അതേസമയം ലോവർ റേഞ്ച് 24,802 ആയിരിക്കും. പ്യൂവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 24,181 ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ ഈ വീക്കിൽ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോറസ് ലാബ്സ് ആണ്. ലോറസ് ലാബ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 505 ലെവലിലാണ്. ഈ ലെവലിന് മുകളിലേക്ക് ഈ സ്റ്റോക്ക്
മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ 555 എന്നുള്ള ലെവലാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ലോവർ സ്ലാബ്സ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഇവിടെ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാൻഫിൻ ഹോംസ് ആണ്. ഈ സ്റ്റോക്ക് 935 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിലേക്ക് കാൻഫിൻ ഹോംസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് 1030 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് കാൻഫിൻ ഹോംസ് ആണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ പ്രിസൺ ജോൺസൺ, സൊമാറ്റോ, മാർസൺസ് ഫാർമ, M&A ഫിനാൻസ്, അതുപോലെ തന്നെ JWL എന്നീ സ്റ്റോക്കുകളാണ്. അതുപോലെ നമുക്ക് എല്ലാ മലയാളികളും വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് ഓണം എന്നുള്ളത്. നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വർഷം നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.